നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മറ്റന്നാളാണ്. തിങ്കളാഴ്ച വൈകിട്ട് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പരസ്യപ്പെടുത്തും. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. പ്രതികളെക്കുറിച്ച് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. തിയേറ്റർ ഉടമയെ ആക്രമിക്കാൻ ഉപയോഗിച്ച് ചുറ്റിക വാങ്ങിയത് തൃശൂർ നഗരത്തിലെ കടയിൽ നിന്നാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കൊടുങ്ങല്ലൂരിൽ ആംബുലൻസിന് നേരെ ആക്രമണം. 3 വയസ്സുകാരിയായ രോഗിയുമായി കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിലെത്തിയ സാന്ത്വനം ആംബുലൻസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കാറളത്ത് കള്ളുചെത്ത് തൊഴിലാളികൾ കള്ളൂറ്റാൻ ഉപയോഗിക്കുന്ന കുടങ്ങൾ സാമൂഹ്യവിരുദ്ധർ തല്ലി തകർത്തു. ചെമ്മണ്ടക്കായൽ കടുംകൃഷി സംഘത്തിൽപ്പെട്ട പുളിയപ്പാടം കർഷകരുടെ 20 തെങ്ങുകളിൽ സ്ഥാപിച്ച കുടങ്ങളാണ് സാമൂഹ്യവിരുദ്ധർ തകർത്തത്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്ത് കാർ ഇടിച്ചു കയറ്റിയതായി പരാതി. വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി തടസ്സങ്ങൾ മറികടന്ന് കാർ ഇടിച്ചു കയറ്റിയത്. സ്കൂൾ വിദ്യാർത്ഥികളുമായി വിനോദയാത്ര പോയിരുന്ന ടൂറിസ്റ്റ് ബസ് കൊടകരയിൽ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു കയറി. ആർക്കും പരിക്കില്ല. ദേശീയപാത കൊടകര മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. തിരുവില്ലാമല പഞ്ചായത്തിലെ 17, 19 വാർഡുകളിലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവില്ലാമല സർവീസ് സഹകരണ സംഘം പ്രസിഡന്റുമായ M. അരവിന്ദാക്ഷൻ നായർ ഉദ്ഘാടനം ചെയ്തു. പാലയൂർ തീർത്ഥകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഭാരത പ്രവേശന തിരുനാൾ ആഘോഷിച്ചു. തിരുനാളിന്റെ ഭാഗമായി ബ്ലാങ്ങാട് സാന്ത്വന തീരം കപ്പേളയിൽ നിന്ന് പരമ്പരാഗത ക്രിസ്തീയ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ കടൽ തീരത്തേക്ക് പ്രദക്ഷിണം നടന്നു. പെരിങ്ങോട്ടുകര കാഞ്ഞിരച്ചുവട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. ചെമ്മാപ്പള്ളി ആനേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. ആളൂർ വരപ്രസാദനാഥ ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള അങ്ങാടിയമ്പ് തിങ്കളാഴ്ച ആഘോഷിക്കും. അങ്ങാടിയമ്പ് പ്രദക്ഷിണത്തിന് ശേഷം 3 ആനകളെ അണിനിരത്തി എഴുന്നള്ളിപ്പ്, രാത്രി ബാൻഡ് വാദ്യ മത്സരം എന്നിവയുണ്ടാകും. മനക്കുടി സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഫാദർ സോളിത്തട്ടിൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 28, 29, 30, ഡിസംബർ 1 തീയതികളിലാണ് തിരുനാൾ. പെരുമ്പിളിശ്ശേരി പടിഞ്ഞാറേപ്പുരയ്ക്കൽ ആണ്ടിമുത്തശ്ശൻ രുദ്രമാല ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാചരണം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി രാജീവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ സഹോദയയുടെ കീഴിൽ ആദ്യമായി നടത്തിയ സ്റ്റെം എക്സ്പോയിലെ ആർട്ട് ഇന്റലിജൻസ് വിഭാഗത്തിൽ നിർമ്മൽ ജ്യോതി സ്കൂൾ ഓവറോൾ കിരീടം നേടി. നിർമ്മൽ ജ്യോതി പ്രിൻസിപ്പാൾ സിസ്റ്റർ മേഴ്സി ജോസഫ്, അധ്യാപകരായ പത്മിനി, സിജി ഡിംപിൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. CMS LP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും മാനേജ്മെന്റിന്റെയും സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ വർണ്ണകൂടാരം എന്ന പാർക്കിന്റെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിയായ കലാഭവൻ രാജേഷ് നിർവഹിച്ചു. ഫാദർ ജോൺസൺ E. ജോർജ് അധ്യക്ഷത വഹിച്ചു. സ്വർണ്ണവില കുത്തനെ വർദ്ധിച്ചു. ഗ്രാമിന് 170 രൂപ വർദ്ധിച്ച് ഗ്രാമിന് 11,535 രൂപയായി. പവന് 1,360 രൂപ വർദ്ധിച്ച് 92,280 രൂപയാണ് ഇന്നത്തെ സ്വർണ്ണനിരക്ക്. പാവറട്ടി YMCAയുടെ ആഭിമുഖ്യത്തിൽ പാവറട്ടി സെന്റ് ജോസഫ് LP സ്കൂളിൽ അഖില കേരള ബാലചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ചിത്രരചനാ മത്സരത്തിൽ 500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തീർത്ഥകേന്ദ്രം ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ബാലചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു. പൂജാ ബമ്പർ 1ാം സമ്മാനമായ 12 കോടി JD 545542 എന്ന ടിക്കറ്റിന് ലഭിച്ചു. പാലക്കാട് കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസി വിറ്റ് ടിക്കറ്റിനാണ് 1ാം സമ്മാനം ലഭിച്ചത്. കൊടകര ആറേശ്വരം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി. 11 കാവടി സെറ്റുകളാണ് ഇത്തവണ ഷഷ്ടി ആഘോഷത്തിൽ പങ്കാളികളായത്. LDF താന്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ഷീന പറയങ്ങാട്ടിൽ, AK അനിൽകുമാർ, ധർമ്മരാജൻ, AS ദിനകരൻ, ശ്രീജി എന്നിവർ പങ്കെടുത്തു. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. പട്ടികജാതി വനിതാ സംവരണമായ 18ാം വാർഡിലെ സ്ഥാനാർത്ഥി ES ഷൈബിയുടെ പത്രികയാണ് വരണാധികാരി അസാധുവാക്കിയത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ നാമനിർദ്ദേശ സൂക്ഷ്മ പരിശോധനയിൽ 2 പേരുടെ പത്രിക തള്ളി. മന്നലാംകുന്ന് ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി സബിത സദാനന്ദൻ, എടക്കഴിയൂർ ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥി MC സബിത എന്നിവരുടെ പത്രികയാണ് തള്ളിയത്.
പൂച്ചിരിപ്പാടം ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോയ് പള്ളിപ്പുറത്തുകാരൻ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 29, 30, ഡിസംബർ 1 തീയതികളിലായിരുന്നു തിരുനാൾ. സായിനികേതൻ വാർഷികാഘോഷം തൃശൂരിൽ നടന്നു. പാറമേക്കാവ് അഗ്രശാലയിൽ നടന്ന വാർഷികാഘോഷം ജസ്റ്റിസ് VM ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു. പരിമിതികളെ മറികടന്ന് സംഗീത ചിത്രരചനാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പൂങ്കുന്നം സ്വദേശി ശ്രേയസ് കിരണിന് ഞായറാഴ്ച വെളുത്തൂർ മാനവ് സംഗീത അക്കാദമിയിൽ സ്വീകരണം നൽകും. അനുമോദന സദസ്സ് ഗാനരചയിതാവ് MD രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 1-ാം ബ്ലോക്കിലെ വെറ്റിലപ്പാറയിൽ പള്ളിക്ക് നേരെ കാട്ടാനാക്രമണം. ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന ആനകൾ സങ്കീർത്തിയിലെ സാധന സാമഗ്രികൾ നശിപ്പിച്ചു. ഓട്ടുപാറ പരുത്തിപ്രയിലെ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും ചേലക്കര ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കും കൂട്ടിയിടിച്ചത്. പരിക്കേറ്റ തൃശൂർ സ്വദേശി ജോജുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലപ്പാട് ഉപജില്ലയിലെ UP വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ലിറ്റിൽ മാസ്റ്റേഴ്സ് പരിശീലന പരിപാടിക്ക് തുടക്കമായി. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പരിശീലന പരിപാടി വലപ്പാട് AEO KV അമ്പിളി ഉദ്ഘാടനം ചെയ്തു. കലോത്സവ വേദികളിലെ മിമിക്രി മത്സരത്തിന്റെ വിധി നിർണയത്തിന് നിയോഗിക്കപ്പെടുന്നവർ മിമിക്രി കലാകാരന്മാർ തന്നെ ആയിരിക്കണമെന്ന മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ. ഇത് സംബന്ധിച്ച് സാംസ്കാരിക വകുപ്പിനും വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകുമെന്നും അസോസിയേഷൻ. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.